ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഡ്രൈവ്രഷൻ ഡ്രിങ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയും എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയും ഒരുപാട് പുളിയില്ലാത്ത ഒരു പച്ച മാങ്ങയാണ് എടുത്തിരുന്നത്. ഒരു 100 ഗ്രാം അളവിൽ ഉള്ളൊരു പച്ച മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കുക്കറാണ് ആവശ്യമുള്ളത്. ആ കുക്കറിലേക്ക് നമുക്ക് ഈ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 250 ml കപ്പിൽ 3 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് സ്റ്റവിലേക്ക് വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ മതി. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ പോയി നന്നായിട്ട് തണുത്തും വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഇങ്ങനെ ഹോളുള്ള ഒരു സ്പൂണാണ് ഒഴിച്ചിട്ട് നമുക്കിത് ഇതിൽ വെള്ളമൊന്നും ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് ഇതിൻ്റെ പീസസ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മാങ്ങ വേവിച്ച വെള്ളം കളയണ്ട, നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊട്ടും തരികളൊന്നുമില്ല. തരി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഒട്ടും തരിയില്ലാതെ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന മാങ്ങയുടെ ബാക്കി വന്ന വെള്ളം നമുക്ക് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മധുരം നോക്കിയിട്ട്, നല്ല പഴുത്ത മാങ്ങയായിരുന്നു, അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ മധുരം നോക്കിയിട്ട് എത്ര മധുരം ആവശ്യമുണ്ടോ അത്രയും മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. തരി ആയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിലും പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇനി ഇതേപോലെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ലതാണ്. ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. നമ്മൾ സൂക്ഷിച്ചാൽ മതി. നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത മാംഗോ ഫ്രൂട്ടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, യാതൊരു കളറൊന്നും ചേർക്കാത്ത അടിപൊളിയായിട്ടുള്ള മാംഗോ ഫ്രൂട്ടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. മാംഗോ സീസൺ തീരുന്നതിന് മുമ്പേ എല്ലാവരും തയ്യാറാക്കാൻ മറക്കണ്ട. പെട്ടെന്ന് തയ്യാറാക്കി കുടിച്ചോളൂ. എത്ര നല്ല കളറാണെന്ന് നോക്കൂ. അപ്പോൾ നല്ല മാങ്ങ കിട്ടുകയാണെങ്കിൽ അപ്പോഴേ തന്നെ തയ്യാറാക്കിക്കോളൂ. ഈ ഗസ്റ്റ് വരുന്ന സമയത്തും ഈസി ആയിട്ട് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്